Okay. To be sure, the haste and hurry made the seedling sweet and pant, but almost before it knew it, it found itself a plant. അതെന്താണ്? ഹേസ്റ്റ് ആൻഡ് ഹറി അല്ലേ, ഭയങ്കര തിടുക്കത്തിലും ധൃതിയിലും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ തൈ എന്ത് ചെയ്യും, എന്താ പറയുക, ശ്വാസം മുട്ടും അതേപോലെ തന്നെ വിയർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതറിയണതിന് മുന്നേ തന്നെ അതെന്തായി തീർന്നിട്ടുണ്ടാവും, ഒരു ചെടിയായി തീർന്നിട്ടുണ്ടാവും. അതായത് എന്താ പറയുക, തിടുക്കം കാട്ടുന്നതും ധൃതി കാണിക്കുന്നതും, നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് കുറേ ഭയങ്കര സ്പീഡിൽ പണിയെടുത്താൽ നമ്മൾ വേർക്കും അല്ലേ, അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ കുറേ ഓവർ പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടുകയും ചെയ്യും. അന്നതുപോലെ തന്നെ ഈ ചെടി ഭയങ്കര അതിൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത്രയും അതെന്ത് ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, അത്രയും തിടുക്കം അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് ശ്വാസം മുട്ടിയിട്ടുണ്ടാവും. അത് പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അതെന്തായിട്ടുണ്ടാവും, ഒരു ചെടിയായി മാറിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. The sunshine poured upon it, and the clouds they gave a shower, and the little plant kept growing till it found itself a flower. എന്താണ്, നമ്മുടെ സൂര്യപ്രകാശം ഏതിൽ പതിക്കുകയാണ്, നമ്മുടെ ചെടിയിൽ പതിക്കുകയാണ് അല്ലേ. ആൻഡ് ക്ലൗഡ്സ് ദേ ഗേവ് എ ഷവർ, മേഘങ്ങൾ എന്ത് ചെയ്യാണ്, മഴ പെയ്യിക്കുകയാണ്. ആൻഡ് ദ ലിറ്റിൽ പ്ലാന്റ് കെപ്റ്റ് ഗ്രോയിങ്, അങ്ങനെ ഈ ചെറിയ ചെടി എന്ത് ചെയ്യും, കെപ്റ്റ് ഗ്രോയിങ്, വലുതാവും. ടിൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ ഫ്ലവർ, ഒരു പുഷ്പം ഉണ്ടാക്കുന്നത് വരെ അതെന്ത് ചെയ്യും, വളർന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു സൂര്യപ്രകാശം അതിപതിക്കും, മഴ വരും, അപ്പോൾ തന്നെ എന്താ ആ പ്ലാന്റ് എന്ത് ചെയ്യും, പതിയെ വലുതാവും, എന്നിട്ടൊരു പൂവുണ്ടാവണ വരെ അതെന്ത് ചെയ്യും, വലുതാവും എന്നാണ് പറയുന്നത്, വളർന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത്, ലിറ്റിൽ ഫോക്സ് ബി ലൈക്ക് ദ സീഡ്ലിംഗ്, ഓൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ, every child must share life's labor just as well as every man. അപ്പോൾ എന്താ പറയണേ, ലിറ്റിൽ ഫോക്സ് ബി ലൈക്ക് ദ സീഡ്ലിംഗ്, അതായത് കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്താവുക എന്നാണ് പറയണത്, ഒരു തൈ പോലെ ആവുക എന്നാണ് പറയണേ. ഓൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ചെയ്യാൻ, കുട്ടികളോട് പറയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ചെയ്യുക. എവറി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ, അതുപോലെ പറയാണ്, എല്ലാ കുട്ടികളും എന്താ, എല്ലാ മനുഷ്യരെയും പോലെ തന്നെ അധ്വാനം പങ്കിട്ട് ജീവിക്കണം എന്നാണ് പറയുന്നത്. എവറി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ ജസ്റ്റ് ആസ് വെൽ ആസ് എവറി മാൻ, എല്ലാ ആൾക്കാരും അധ്വാനിച്ച് പണിയെടുത്ത് മുന്നേറുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം, ഓരോ കുട്ടികളും അതുപോലെ തന്നെ അധ്വാനിച്ച് പണിയെടുത്ത് മുന്നേറണം എന്നാണ് പറയുന്നത്. ആൻഡ് ദ സൺ ആൻഡ് ഷവേഴ്സ് വിൽ ഹെൽപ്പ് യു ത്രൂ ദ ലോൺസം സ്ട്രഗ്ലിംഗ് അവേഴ്സ് till you raise to light and beauty virtues fair unfading flowers. എന്താ പറയണേ, അങ്ങനെ വരുമ്പോൾ സൂര്യനും മഴയും ഒക്കെ എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ ഏകാന്തമായിട്ടുള്ള പോരാട്ടത്തിനെയൊക്കെ എന്താ പറയുക, നിങ്ങളെ സഹായിക്കും. മണിക്കൂറുകളോളം നമ്മൾ ഏകാന്തമായി പോരാടുകയാണ് ഈ ചെടി അല്ലേ. അപ്പോൾ അതിനെ ആര് സഹായിക്കും, സൂര്യൻ സഹായിക്കും. സൂര്യൻ മാത്രമല്ല, മഴയും സഹായിക്കും എന്നാണ് പറയുന്നത്. ദ സൺ ആൻഡ് ഷവേഴ്സ് എന്നാണ് പറഞ്ഞേക്കണേ, വിൽ ഹെൽപ്പ് യു, സഹായിക്കും. നിങ്ങളുടെ ഏകാന്തമായിട്ടുള്ള സമരം അല്ലേ, ഒരു മണിക്കൂറുകൾ കൂടെ നിലനിൽക്കുന്ന നിങ്ങളുടെ സമരത്തിന് ആര് സഹായിക്കും, നമ്മുടെ സൂര്യനും മഴയും. ടിൽ യു റേസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി വിർച്യൂസ് ഫെയർ അൺഫെയ്ഡിങ് ഫ്ലവേഴ്സ്, അതായത് നിങ്ങളുടെ പുണ്യത്തിൻ്റെ സുന്ദരവും അതേപോലെ തന്നെ വാടാത്തതുമായിട്ടുള്ള പുഷ്പങ്ങളെ അതെന്ത് ചെയ്യും, പ്രകാശിപ്പിക്കുകയും മനോഹരമാക്കുകയും ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും, അധ്വാനം തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് അത്രയും കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പൂക്കൾ വളരെ മനോഹരവും നല്ല പ്രകാശപൂർണമായി നിൽക്കുന്നത് വരെ ആര് പണിയെടുക്കും, നമ്മുടെ സീഡ് പണിയെടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കവിതയിൽ ശരിക്കും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഒരു കുട്ടിയായിട്ട് നമ്മൾ ജനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ടതിന് ശേഷം എന്തുണ്ടാവും എന്നാണ് പറയണേ, നമുക്ക് അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാം. പോൾ ലോറൻസ് ഡൻബാർ വാസ് എൻ അമേരിക്കൻ പോയറ്റ്. അതായത് പോൾ ലോറൻസ് ഡൻബാർ എന്ന് പറയുന്നത് എന്താണ്, ഒരു അമേരിക്കൻ പോയറ്റാണ്, അമേരിക്കൻ കവിയാണ്. ദെൻ ഓൾസോ നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ, നോവലിസ്റ്റാണ്, ചെറുകഥ എഴുതുന്ന ആളാണ്. ഓക്കെ, ഹി വാസ് എൻസ്ലേവ്ഡ് ഇൻ ട്വിങ്കി ബിഫോർ ദ അമേരിക്കൻ സിവിൽ വാർ. അതായത് അമേരിക്കയിൽ ഒരു ആഭ്യന്തര യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ആരിൻ്റെ അടിമയായിരുന്നു, കെൻറ്റക്കിയിൽ അടിമയായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. കെൻറ്റക്കിയിൽ എന്തായിരുന്നു, അടിമയായിരുന്നു.
he wrote it his became one of the Afro-American white writers to win international fame. അതായത് ഇദ്ദേഹം എന്ന് പറയുന്നത് എന്താണ്, പ്രശസ്തി നേടിയ, അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ എഴുത്തുകാരനായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊരു വഴി വിട്ടിരുന്നു, അതൊന്ന് പറയാം. ഹി പബ്ലിഷ്ഡ് ഹിസ് ഫസ്റ്റ് പോയം അവർ മാട്രീഡ് സോൾജിയേഴ്സ്. അതായത് അദ്ദേഹം എഴുതിയ ആദ്യത്തെ പോയത്തിൻ്റെ പേര് നമ്മുടെ നമ്മുടെ രക്തസാക്ഷി സൈനികർ എന്നാണ് ആദ്യത്തെ പോയത്തിൻ്റെ പേരെന്നാണ് പറയുന്നത്. അദ്ദേഹം അത് എഴുതിയത് അറ്റ് ദ ഏജ് ഓഫ് 16 ആണ്. 16 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം അത് എഴുതിയതെന്നാണ് പറയുന്നത് കേട്ടോ. He worked with he worked with the Wright brothers in their publications, the Tatler. അപ്പോൾ എന്താ പറയണേ, ഈ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സഹോദരന്മാരുടെ ഒപ്പം അവരുടെ പ്രസിദ്ധീകരണമായിട്ടുള്ള ടാറ്റ്ലറിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ the first collection of poems Oak and Ivy was published in 1893. അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമായിട്ടുള്ള ഓക്ക് ആൻഡ് ഐവി എന്ന് പറയുന്നത് 1893 പ്രസിദ്ധീകരിച്ചത്. ഇനി he has published many collections of poems, short stories, 4 novels and a play. അദ്ദേഹത്തിന് നിരവധി കവിതാ സമാഹാരങ്ങളുണ്ട്, ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, 4 നോവലുകൾ എഴുതിയിട്ടുണ്ട്, ഒരു നാടകം. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ കവിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇത്രയാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കി നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ വൊക്കാബുലറിയും കാര്യങ്ങളും അടുത്ത ഒരു സെഷനിൽ ചെയ്യാം. ഓക്കെ.